Hello. Welcome to market discussion of the day. Today, 5th of August 2025, Tuesday ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ട്യൂസ്ഡേ നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണിത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 10:30 മണിക്കുമാണ് നമ്മളുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഈ 4 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് എന്താ പറയുക, ഇന്ന് ഫണ്ടമെൻ്റൽ ന്യൂസ് ഇന്ന് മാത്രമാണ് ആകപ്പാട് ഈ ആഴ്ചയുള്ളൊരു ന്യൂസ്, മെയിനായിട്ടുള്ളൊരു ന്യൂസ് ഉള്ളത്. നോർമലി അതൊരു വലിയൊരു ന്യൂസൊന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും ഈ ആഴ്ച വേറെ ന്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യണം. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI ആണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ആ ഒരു സമയത്ത് മാറി നിൽക്കുക. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് 8 മണി 7:30 മണിക്ക് എന്തോ ആണ്, 4, 5, 6, 7, 7:30 മണിക്കാണ് ഈ പറയുന്ന ന്യൂസ് വരുന്നത്. സോ ആ സമയത്ത് മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ്. നമ്മൾ നാളത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ആണ് നാളെ വരാൻ പോസിബിലിറ്റി ഉള്ള മെയിനായിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് നമുക്ക് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമുക്ക് എന്താ പറയുക, നമുക്ക് നാളെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരാൻ കിടപ്പുണ്ട്. കാരണം താരിഫ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച താരിഫ് അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ താരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒരു 7 ദിവസം കൊടുത്തിട്ടുണ്ട് ട്രംപ്. സോ അതിൻ്റെ തീരുമാനം വരുന്നത് വ്യാഴാഴ്ചയാണ്. ഓക്കെ, സോ അത് പ്രമാണിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ US നിന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ട്രംപ് റഷ്യ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, സോ അതൊരു എന്താ പറയുക, അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഇതാക്കുകയാണോ എന്താണെന്നുള്ളൊരു കാര്യം അറിയില്ല. സോ അങ്ങനെ ഒരു ന്യൂസും ഉണ്ട്. സോ അതിനകത്തൊക്കെ എപ്പോഴാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ JPY നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 148 മുകളിൽ പോയാൽ മാത്രമേ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 148 അവിടുന്ന് സെല്ലെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 148 അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് ഒരു 150 പിപ്സിൻ്റെ പ്രോഫിറ്റോളം, 120 പിപ്സിൻ്റെ പ്രോഫിറ്റോളം കിട്ടിയിട്ടുണ്ട് JPYയിൽ. ഓക്കെ, അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നലെ നമുക്ക് JPYയിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ള 2 ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ 148 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്ങിന് മാർക്കറ്റ് മുകളിൽ പോയാൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്യാം. ഓക്കെ, 148 അവിടെ നിന്നൊരു ബൈ, 146 അവിടെ നിന്ന് ഒരു സെല്ല്, 146 വരെ ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. 147 അവിടെ നിന്ന് ബൈ എടുക്കാനും പാടില്ല. 148 അവിടെ നിന്ന് ഒരു സെല്ല്. ഓക്കെ, 148 അവിടെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പണിങ്സ് നോക്കണം. ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് 148 മുകളിലാണ് എങ്കിൽ ആ സെല്ല് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അല്ല 148 അവിടെ റെസിസ്റ്റ് ചെയ്യുകയാണ്, ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിലെങ്കിലും താഴെയായിട്ടാണ്, അടുത്ത മാർക്കറ്റ് ഓപ്പണിങ്ങിനും 148 താഴെയാണ് എങ്കിൽ നമുക്ക് 148 അവിടെ നിന്ന് സെല്ലെടുക്കാം. ഓക്കെ, നേരെ മറിച്ച് മാർക്കറ്റ് താഴെ വന്ന് കിട്ടിയാൽ 146 അവിടെ നിന്നൊരു ബൈ, ഇല്ല എന്നുണ്ടെങ്കിൽ 148 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് പോയാൽ അവിടെ നിന്നുള്ളൊരു ബൈ. ഇതാണ് നമുക്ക് JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതെല്ലാം സ്റ്റോപ്പ് ലോസ് വേണം. ഒരു 60 to 70 പിപ്സോളം സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം നമ്മൾ ആ ട്രേഡ് എടുത്ത് പോകാനായിട്ട്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.15351 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നല്ലേ. സോ 1.1500 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 1.1500 അവിടെ കൃത്യമായിട്ട് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ. 1.1510, 1.1520 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അവിടുന്ന് നമ്മൾ ബൈ എടുക്കുന്ന ആൾക്കാർക്ക് എത്രയാണ്, 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ, GBP വരുമ്പോൾ ഇന്നത്തെ റേഞ്ച് വന്നിട്ട് 1.3260 to 1.3320 ആ ഒരു ലെവലിലായിരിക്കും ഇന്നത്തെ റേഞ്ച്. നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ 1.3260 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും. എന്താണ് നമ്മളുടെ GBPയിൽ.
ഓക്കെ. സോ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ ബൈ എടുക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ചെറിയ ലോട്ട് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം അത് ബൈ എടുക്കാനായിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. നേരെ ഗോൾഡിലോട്ട് വരുമ്പം 3367 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 3380 ഇന്നലെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെയും 3380 റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച NFP വന്നതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ നിന്ന് 3300 നിന്നാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് 3380 വരെ എത്തിയിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും ഒരു കറക്ഷൻ സംഭവിക്കണം. കാരണം NFP ന്യൂസ് പ്രമാണിച്ചാണ് ആക്ച്വലി മാർക്കറ്റ് മുകളിലോട്ട് പോയതല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ഇനി ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടാവേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3360 എന്ന് പറയുന്ന അവിടുന്ന് ഞാൻ ബൈ എടുക്കാൻ ഒരിക്കലും പറയുന്നില്ല. 3340, 3330 ഈ റേഞ്ചുകളിൽ നിന്നാണ് നമുക്ക് അടുത്ത ബൈ എൻട്രി ഉള്ളൂ. സെൽ എൻട്രിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങളും ന്യൂസുകളും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് സെല്ലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 3340 റേഞ്ചിൻ്റെ അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 3330 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ 3340 കടന്ന് താഴെ എത്തണം. ഓക്കെ. അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി 3340-ലും 3330-32 റേഞ്ചിലും നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇടണം. സ്റ്റോപ്പ് ലോസ് 3320 താഴെ സ്റ്റോപ്പ് ലോസും ഇട്ട് പോവേണ്ടി വരും. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ലാപ്ടോപ്പിലെ ചാർജ് തീർന്നത് അതുകൊണ്ടാണ് സ്ക്രീൻ മാറിയത്. ഓക്കെ. സോ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ളൊരു ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ വളരെ നല്ല ഒരു ബ്രോക്കറാണ്. എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും, UK റെഗുലേഷൻസ്, UAE റെഗുലേഷൻസ്, അതേപോലെ തന്നെ നമ്മളുടെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർഡ് ആണ്. വളരെ ടൈറ്റ് സ്പ്രെഡും അതേപോലെ ഈവൻ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവർ കൊടുക്കുന്ന പ്രൊമോഷൻസ് ആണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയുടെ 50% അവർ ഫസ്റ്റ് $500 50%, ടോട്ടൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% നമുക്ക് ബോണസ് തരുന്നുണ്ട്. സോ അത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൽ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഈ പറയുന്ന 20% അവർ ഇക്വിറ്റിയിൽ തരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സോ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർ ട്രേഡർ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.